ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തമ്പുരാന് വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ സ്കേർട്ടിൻ്റെ ടോപ്പിൽ നമ്മൾ ചെറിയൊരായിട്ട് ഒന്ന് വർക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഡ്സ് വർക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബീഡ്സ് വർക്കും പിന്നെ അതുപോലെ സ്റ്റോൺ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സിബ്ബ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിബ്ബ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ വെയിൽ തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തിയൊരു വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ട്രിക്കിൽ നമ്മൾ ഇത് തന്നെ കുഞ്ഞിനെ ഇടിയിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾക്ക് അത് കൊടുത്തപ്പോഴും ഇത് ഇടാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ സിബ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ സിബ്ബൊക്കെ വാങ്ങി അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗമ്മ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്തത്. നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടിനോട് അത്ര താല്പര്യമില്ലാത്തത് നമ്മൾ നീഡിൽ വർക്ക് ചെയ്തെടുക്കാനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്റ്റോൺസാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ചെയ്യാൻ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. നമ്മൾ സ്റ്റോൺസ് വർക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനൊരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സ്റ്റോൺസ് കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ഫ്ലവർ ടൈപ്പിലാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ചെറുതായിട്ട് ബീഡ്സ് വർക്ക് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. നല്ല രസത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾക്ക് കൂട്ടുകാർക്ക് ഇതുപോലെ ചെയ്ത് തരണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ പേഴ്സണലായിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ടൈമിൽ പുഴ സൈഡിൽ നിന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വീടിനകത്തൊക്കെ ഭയങ്കര ചൂടാണ്, പൊള്ളി പിടിക്കുന്ന ചൂടാണ്. ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫാൻ ഇട്ടിട്ടും അതും നമ്മൾ പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുഴ സൈഡിൽ വന്ന് നിന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന കാക്ക കീക്കി കുക്കു എന്നുള്ള സൗണ്ടും കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ പുഴ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് എന്നോട് ക്ഷമിക്കാമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ടത് വെറുതെ ആവരുതെന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ ബീഡ്സ് വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കുട്ടികളുടെ ഫോട്ടോ ഇടാൻ മാത്രം പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഡ്രസ്സ് ഇട്ട മര്യാദക്ക് നിന്നാലല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും നിന്നിട്ട് വേണ്ടി ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഭീഷണിപ്പെടുത്തി ഫോട്ടോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാലും നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ ഫോട്ടോസ് ഇടണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക്